ഞാനും എൻ്റെ ചെറുപ്പത്തിലൊക്കെ അടിച്ചു പൊളിച്ചൊക്കെ ജീവിച്ചയാളാ. എൻ്റെ പേരൻസ് രണ്ടും ഗൾഫിലാണ്. എനിക്കെന്തിൻ്റെ കുറവാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നുമുള്ള പ്രാർത്ഥന, കർത്താവേ എൻ്റെ 2 പെൺമക്കളും കർത്താവിൻ്റെ വേലക്കാരാകും. ഹല്ലേലൂയ. എനിക്കിത് കേൾക്കുന്നിടത്തോളം ദേഷ്യം വേറൊന്നുമില്ല. ജോലി ചെയ്ത് സമ്പാദിച്ച് ദശാംശം കൊടുത്താൽ പോരെ. ദൈവത്തിന് ഇപ്പം ദശാംശം വേണ്ട, എടുക്കുന്നില്ല അങ്ങോട്ട്. ആളെ മതി. ആള് പോകാനുണ്ടോന്നാ ചോദിച്ചേ. ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ 19ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചു. അമ്മ മരിക്കുന്നതിൻ്റെ അന്ന് രാവിലെ ഇതാ പ്രാർത്ഥന. പക്ഷേ അമ്മയുടെ മരണത്തിൻ്റെ ശേഷം ഞാൻ ആ പ്രാർത്ഥന വിശ്വാസത്താൽ ഏറ്റെടുത്തു. നിങ്ങൾക്കറിയാമോ, പിന്നെ കല്യാണം കഴിച്ചങ്ങ് 19 വയസ്സ് കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിച്ചു. ചെന്ന വീട്ടിൽ സുഖമായിരുന്നു. കാരണം നമ്മുടെ വിളി എങ്ങനെ പുറത്തു വരണം അതിന് വേണ്ട സകല സാഹചര്യങ്ങളും അവിടെ ഉണ്ടാകും. ബാക്കി കൂടുതൽ പറയുന്നില്ല. അവിടെ ഇട്ട് നമ്മളെ ശരിക്ക് ഇടിച്ച് ചതച്ച എണ്ണ പുറത്ത് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അപ്പം നമ്മൾ ചോദിക്കുക, എന്ത് കാര്യത്തിലാണ് ഞാൻ ഈ തെക്ക് ചെങ്ങന്നൂരെങ്ങാനും വളർന്നോളിയല്ലേ, എന്നെ എന്തിനാ ഈ വടക്കൻ ദേശത്തേക്ക് നീ അയച്ചത്? കർത്താവ് പറഞ്ഞു, വടക്കോട്ടാണ് നിൻ്റെ ശുശ്രൂഷ കിടക്കുന്നത്. ഇന്ന് വടക്കൻ ജില്ലകളിലാണ് എൻ്റെ ശുശ്രൂഷ കൂടുതൽ. ഞാൻ ചോദിച്ചു, കർത്താവേ ചെങ്ങന്നൂർ എന്നുള്ള പേരല്ലേ നല്ലത്, അത് ഇപ്പം ഈ കിടക്കുന്ന പേരിലേക്ക് കൊണ്ടുവരണോ? വേണം മോളെ. ആരും അധികം ദൈവത്തെ ആരാധിക്കാൻ, സത്യദൈവത്തെ ആരാധിക്കാൻ ഇല്ലാത്തൊരു ദേശത്ത് ചെന്ന് ഒരുപാട് വില മുടക്കി വിരലേൽ എണ്ണാനുള്ള വിശ്വാസികളെ കണ്ടുകൊണ്ട് ചെന്നതാ. ഇന്ന് 100 കണക്കിന് വിശ്വാസികൾ ആ ദേശത്ത് എഴുന്നേറ്റിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവം നിൻ്റെ വിളിയുടെ ഫലമായി നിന്നെ ചില സ്ഥലങ്ങളിലേക്ക് അയച്ചാൽ നീ പിറുപിറുക്കരുത്. ഓ, എനിക്കിതേ കിട്ടിയുള്ളല്ലോ എന്ന് പറയരുത്. നിന്നിലൂടെ ദൈവം ചിലരെ കണ്ടുകൊണ്ടിരിക്കുകയാകട്ടോ. മറ്റു പലരും തള്ളിക്കളഞ്ഞ ചിലതിനെ നിന്നിലൂടെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. മറ്റു പലരും അവഗണിച്ചു പോയ ചില കറ്റക്കൂട്ടങ്ങളെയും കൊണ്ട് പോയി കതിർമണി മാറിക്കിടക്കുക. ആര് രക്ഷിക്കണം? നീ രക്ഷിക്കണം. അങ്ങനെ അയച്ചാൽ പോവൂ, അങ്ങനെ അയച്ചാൽ പോവോ? പിന്നെ ഒന്നാന്തരം ജോലിയൊക്കെ കളഞ്ഞിച്ച് വിളി വേണ്ട. നിൻ്റെ മേൽ വിളിയുണ്ടെന്ന് തമ്പുരാൻ വെളിപ്പെടുത്തിയാൽ നിന്നെ പുറത്തു കൊണ്ടുവരാനുള്ള വഴിയും ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. അല്ലേ? ചിലർ പറയും, ഓ ജോലിയൊക്കെ ചെയ്ത് ശമ്പളം കിട്ടുമ്പം ദശാംശം കൊടുത്തേക്കാം. വേണ്ട, നീ അങ്ങനൊന്നും വേണ്ട, ദശാംശം ഒന്നും വേണ്ട. നിനക്ക് പോകാവോ? നീ ചെന്നാൽ വിടുവിക്കപ്പെടേണ്ട ഒരു കൂട്ടമുണ്ടെങ്കിൽ നീ തന്നെ ചെല്ലണം. അതിനാ ദൈവം നിന്നെ വിളിച്ചത്.